നമുക്ക് ഇന്നൊരു ബോക്സ് വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലിയ നമുക്കല്ല നമ്മുടെ പാർട്ടിക്ക്. അപ്പൊ സത്യം പറഞ്ഞാല് പാർട്ടിനെ ഇവിടെ എത്തിയിട്ട് ഇത് അൺബോക്സിങ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. ഞാനിവിടെ കൊണ്ടുവരുന്നത് ചെയ്തു, ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കമ്പനിയില്. പക്ഷെ ആള് ഇങ്ങനെ ഇരിക്കാൻ തീരെ ഇഷ്ടമില്ല. അതായത് നമ്മളിങ്ങനെ മലർത്തി പിടിക്കില്ലേ, എപ്പോഴും ഇങ്ങനെ പിടിക്കണം. അപ്പൊ കുറെ പേര് നമ്മുടെ ആ പേരുടെ വീഡിയോയില് പറഞ്ഞു ഇങ്ങനെ ഇരിക്കരുത്, ഉറച്ചിട്ടില്ലല്ലോ ശരീരത്തിന്റെ ഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോരം നേരം ഇങ്ങനെ പിടിച്ചിരിക്കണ്ട, പിന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കാണൂല്ലേ മുഖം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പാലൊക്കെ കൊടുത്ത് താഴെ അമ്മയുടെ കൊടുത്തു. അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും പതുക്കെ ഒന്ന് സെറ്റ് ആവുമ്പോ എന്തായാലും വീഡിയോയിൽ കാണിക്കാട്ടോ. അപ്പൊ ആളൊന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അതെ, നമ്മുടെ അമ്മൂട്ടിക്ക് ഭയങ്കര ആൻസൈറ്റി, ഇത് പൊട്ടിക്കുന്നത് വന്നപ്പോ തുടങ്ങി ഇത് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് സെറ്റ് ആയിട്ട് നമുക്കിപ്പോ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ ആ ഒരു ടൈം അനുസരിച്ച് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ. അപ്പൊ അതെ, നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത് മദേഴ്സ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് മദർ കെയർ ബേബി കെയർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്, നമുക്ക് അവിടെ നിന്നാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഷോപ്പുകൾ വരുന്നത് പാലക്കാടും തിരുവല്ലയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ, നമുക്ക് ന്യൂ ബോൺ ബേബീസ് തുടങ്ങിയിട്ടുള്ളവർക്കും അതേപോലെ മദേഴ്സ്, നമുക്ക് അമ്മമാർക്കും ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ ഓപ്പൺ ചെയ്യണ മുന്നേ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ കുറെ പേര് നമ്മുടെ ചാനലിൽ അമ്മമാരാവാൻ പോകുന്നവരും പിന്നെ ന്യൂ ബോൺ ബേബീസ് ഉള്ളവർക്ക് കാണണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താന്ന് വെച്ചാല് ഇവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്. അതായത് ഓൺലൈൻ വഴി നമുക്ക് ഷോപ്പ് ചെയ്യാം. ഇവർക്ക് ഓൺലൈൻ വഴി ഇവരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ഷോപ്പ് ഉണ്ടല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും. പാലക്കാട് തിരുവല്ലയാണ് തിരുവല്ലയിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് സാധനം മാത്രമാണ് ഞങ്ങൾ എടുത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഫ്രീ ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പർ താഴെ അവരുടെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാല് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മെറ്റേണിറ്റി കിറ്റ് ആണ്. നമുക്കറിയാലോ, നമ്മള് ഹോസ്പിറ്റൽ ബാഗ് നമ്മൾ ഒരുക്കൂലേ നമ്മള് പോവാൻ വേണ്ടിട്ട്. അപ്പൊ അത് നമുക്കിപ്പോ കിറ്റ് ആയിട്ട് അവൈലബിൾ ആണ്, എന്തെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ കിറ്റായിട്ട് അവര് സെറ്റ് ചെയ്തതുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോ അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് ഒറ്റയ്ക്കായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. പിന്നെ ചിലർക്ക് അറിയില്ലല്ലോ എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം. അപ്പൊ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം വേണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ റേഞ്ച് വെച്ചിട്ട് അവർ പറഞ്ഞുതരും. അവരെന്നെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം വാട്സപ്പില്. അവരുടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഉണ്ട്. പിന്നെ പറഞ്ഞാല് ഞാന് നമ്മുടെ ബേബി നമ്മുടെ പാർട്ടി ഉണ്ടാവണേ മുമ്പ് ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ചെയ്യണേ കേട്ടോ. ഓൾറെഡി മോളുണ്ടായതിനു ശേഷം വാങ്ങാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ അത് പൊട്ടിച്ചു കൊടുത്തോ, അങ്ങനെ അവള് തുറന്നു വരുമ്പോ കുറച്ച് സമയം കത്തിക്ക് നോക്കില്ല എനിക്കറിയാം. അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അമ്മൂട്ടി എടുത്തോ ഓരോന്നായിട്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇത് വന്നിട്ട് നമ്മുടെ അബ്ഡോമിനൽ ബിൻഡർ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമുക്ക് ഇങ്ങനെ വയറ് കെട്ടാനുള്ള സംഭവം തോന്നുന്നു. നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഫോട്ടോ അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. നമുക്ക് വയറൊക്കെ കെട്ടാൻ വേണ്ടിട്ട് ഉള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് അങ്ങോട്ട് എടുത്ത് സംഭവം ഞാനങ്ങനെ മെറ്റർനിറ്റി കിറ്റിൽ അധികം കണ്ടിട്ടില്ല. ഞാൻ പിന്നെ അങ്ങനെ മേടിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഫസ്റ്റത്തെയാണ്. ഞാൻ ഉണ്ടായതിനു ശേഷം ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കൊളാബറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഒരു കവറിലാണ് മദേഴ്സ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ക്വാളിറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അത്രയധികം രണ്ട് ജോഡിയാണ്. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ കാലൊക്കെ കവർ ചെയ്തിട്ട് വരില്ല, അങ്ങനത്തെയാണ്. പിന്നെ അതിങ്ങനെ അടുത്ത് കാണിച്ചു നല്ല കാണുള്ളൂ. കുഞ്ഞി
ഷൂ അല്ല സോക്സ് തന്നെ പോച്ചിരിക്കാൻ തോന്നുന്നുണ്ടോ? ആ സോക്സ് ഉണ്ട്, ഷൂ അല്ല സോക്സ് ആണ് കേട്ടോ. അത് ഇങ്ങനെ കാലങ്ങളിലേക്കും ഇത് അടിക്കാണ്ടിരിക്കാനുള്ളത്, അല്ല തണുപ്പൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി കിടക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളും സാധനങ്ങളൊക്കെ ഉണക്കാൻ, അതായത് ഒറ്റ ക്ലിപ്പുമ്പോ നമുക്ക് കൊറേ ഇങ്ങനെ തൂക്കിയിടാം. നമുക്കിങ്ങനെ തൂക്കിയിടാം. നമുക്കിപ്പോ അതാകുമ്പോ ഇങ്ങനെ കൊറേ തുണികളുണ്ടാവില്ല, അത് തൂക്കിട്ട് കഴിഞ്ഞാൽ തന്നെ ക്ലോത്തൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പ് ഇടാൻ പറ്റും. അപ്പൊ അത് നെക്സ്റ്റ് ഇത് വന്നിട്ട് ബ്രസ്റ്റ് പാഡാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോഴത്തെ വൈപ്പിനൊക്കെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മള് അമ്മൂട്ടിയുടെ, അതായത് ഇത് അങ്ങനെ ഒരു ഓപ്പൺ ചെയ്യണ സാധനം, ഇത് ഭയങ്കര യൂസ്ഫുൾ അല്ലേ. അമ്മൂട്ടിയുടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം മേടിച്ചത് ഇപ്രാവശ്യം ഇതില്ലാത്തതായിരുന്നു. പിന്നെ ചേട്ടൻ വാങ്ങിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര ഡ്രൈ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ഇവിടെ ഒരു ബോക്സ് മാതിരി ആവുമ്പോ നമുക്ക് ആവശ്യം ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ സംഭവം ആ ഒരു നനവൊന്നും പോവില്ല, നന്നായിട്ടുണ്ട്. അങ്ങനത്തെ അപ്പൊ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കി മേടിച്ചോളൂ. അത് റാപ്പ്, അതായത് ഉണ്ണീനെ ഇങ്ങനെ പൊതിയാനുള്ളതാട്ടോ. ഉണ്ണീനൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഫുൾ കംപ്ലീറ്റ് തല മാത്രം ഇങ്ങനെ പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ എന്തായാലും നമ്മൾ പറയാ, ഞങ്ങൾ എന്തായാലും പറഞ്ഞായിരുന്നു, മറന്നുപോയി. അതല്ല നമ്മുടെ ബേബി നമ്മുടെ പുറത്തേക്ക് പൊതിഞ്ഞു, വാൽനക്ഷത്രം പോലെ നമ്മള് വാൽനക്ഷത്രം പോലെ പൊതിഞ്ഞു വെക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ. അതാ സംഭവം. ഇത് ബേബി ബെഡ് പ്രൊട്ടക്ടർ, അതായത് നമ്മുടെ ബെഡിലൊക്കെ ഇടാനായിരിക്കാം. അതായത് ഡ്രൈ ഷീറ്റ് മതിയായിരിക്കും കേട്ടോ. നമ്മളെ കിട്ടേണ്ടത് ഇതല്ലാതെ ഒരുപാട് വേറെ പ്രൊഡക്റ്റുകളുണ്ട്. അതായത് നമ്മള് സെലക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞി സോക്സ്, ഒരു ജോഡി അല്ല, 2 ജോഡി. പിന്നെ ഉണ്ണിക്ക് പൊതിയാണ് നമ്മുടെ എന്താ പറയുക, നല്ല ചൂടൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ടർക്കി മാതിരില്ലേ, പക്ഷെ ഇവിടെ വെച്ചോ. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇത് ചെയ്ത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോ എനിക്ക് പറയാം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്കിതിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടതിൽ വെച്ചിട്ട് ഒക്കെ നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. അതായത് നമുക്ക് വെറുതെ കുറെ എന്താ പറയാ കുറെ സാധനങ്ങൾ ഇങ്ങനെ കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങള് നമുക്ക് അവരുടെ മെറ്റേണിറ്റി കിറ്റ് വാങ്ങുകയാണെങ്കിൽ എല്ലാം ഉണ്ടാവും. അവർക്ക് കംപ്ലീറ്റ് ഐറ്റംസ് അമ്മയ്ക്കും കുഞ്ഞിനുള്ളത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ മേടിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് മേടിക്കേണ്ടതെന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ അത് ഫുൾ ആയിട്ട് മേടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാം. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഒക്കെ കുറവാണെങ്കിൽ അങ്ങനെ മേടിക്കാം. അപ്പൊ അവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ വാട്സപ്പ് നമ്പറും താഴെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്താണ്. പിന്നെ ഉണ്ണിയാവനെ കൊണ്ടുവരാത്തതിൽ കുറെ പേര് പറയുന്നുണ്ട് കാണിക്കാത്തതിന്. അത് നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടില്ല, ഇത്തിരിയും കൂടി വലുതാവണ്ടേ. അപ്പൊ അതുകൊണ്ട് ആൾക്ക് തീരെ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയത് അങ്ങനെ. അപ്പൊ ഇരിക്കരുത്, ആൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കാനും പാടില്ല, ഇങ്ങനെ എടുക്കണം. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൊണ്ടുപോയതാണ്. നമുക്ക് വേറൊരു വീഡിയോയിലൊക്കെ ആയിട്ട് പതുക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ച് ചിലപ്പോൾ ലിങ്ക് ഒക്കെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.